നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നു, നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനാണ്. പടച്ച തമ്പുരാന്റെ കോപത്തിൽ നിന്നും, ഗളബിൽ നിന്നും, ദേഷ്യത്തിൽ നിന്നും രക്ഷ കിട്ടി, അതായത് നരകമോചനം കിട്ടി സ്വർഗത്തിൽ കടക്കാനാണ് നമ്മൾ എല്ലാവരും ഇബാദത്തുകൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഓരോ നിസ്കാരത്തിലും ദുആ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാത്തിഹയിൽ പറയുന്ന ഒരു വചനമുണ്ട്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് നിന്റെ കോപത്തിന് ഇരയായവരുടെ കൂട്ടത്തിൽ. നമ്മൾ ഫാത്തിഹയിൽ എല്ലാ ദിവസവും ഓതുന്നതാ. എന്തെന്ന്? അല്ലാഹുവേ, നിന്റെ ദേഷ്യത്തിൽപ്പെട്ട ആളുകൾ, നിന്റെ ദേഷ്യം കിട്ടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ, അവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഫാത്തിഹ സൂറത്തിൽ എപ്പോഴും ഓതാറുണ്ട്. പക്ഷെ പലർക്കും അത് അറിയില്ല ഇതാണ് അർത്ഥമെന്ന്. അതോടൊപ്പം തന്നെ നമ്മൾ നമസ്കാരത്തില് അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തില് നമ്മൾ പറയുന്ന ഒരു വചനമുണ്ട്, ഏറ്റവും അവസാനം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. അതായത് അല്ലാഹുവേ, ഖബറിന്റെ അദാബ്, നരകത്തിന്റെ അദാബ്, ഇതൊക്കെ അല്ലാഹുവിന്റെ ശിക്ഷയിൽപ്പെട്ടതാണ്. ഈ ഒരു അദാബിനെ തൊട്ട്, കോപത്തെ തൊട്ട് അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അല്ലാ എന്ന് നമ്മളൊക്കെ എല്ലാ നിസ്കാരത്തിലും പറയാറുള്ളവരാണ്.